ഗവർണറുടെ റോഡ് ഷോയോ എന്ന എൻകൗണ്ടർ ചർച്ച തുടരുകയാണ്. ശ്രീ പി ആർ ശിവശങ്കർ, ഇവിടെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ CRPFന്റെ സുരക്ഷയിലൂടെ കേരളത്തിൽ ജീവഭയമില്ലാതെ ജീവിക്കുന്ന ആളുകൾ ആരൊക്കെ, ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. അങ്ങ് തുടക്കത്തിൽ കേട്ടതാണ്, എന്നാലും ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ്. കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ, ആലുവയിലെ സുജിത്ത്, ആലങ്ങാട്ടെ സുധി, ആലുവയിലെ രാമചന്ദ്രൻ, കൊടുങ്ങല്ലൂരിലെ സജീവൻ, പിന്നെ രാജ്ഭവനിലെ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇതാണ് ആ പട്ടിക. ഇതിനപ്പുറം തൊലി പൊള്ളുന്ന രൂപത്തിലുള്ളൊരു പ്രതികരണം ആരിഫ് മുഹമ്മദ് ഖാന് കിട്ടാനുണ്ടോ കേരളത്തിൽ? ഞാൻ ആ കാര്യം പറയട്ടെ വേണു. അതിനു മുമ്പ് എനിക്ക് 4 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ഒന്ന്, കേരളത്തിൻ്റെ അസംബ്ലിയിൽ മാത്രം BJPയെ മാറ്റി നിർത്തിയത് കൊണ്ട് കേരളത്തിൻ്റെ എന്തെങ്കിലും അഭിമാനം കൂടുമെന്നോ കേരളത്തിൻ്റേതായ എന്തെങ്കിലും പ്രത്യേകതയുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരേത് ലോകത്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയെങ്കിൽ അവർ മറ്റു രീതിയിൽ പറയുന്നത് കേരളത്തിലെ പല പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും BJPയെ തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് ഭരിക്കാൻ അനുവദിച്ച ആളുകളുടെ ജനാധിപത്യ ബോധത്തിൻ്റെ കുറവിനെക്കുറിച്ച് കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ ഒരു വിഭാഗം ചില തിരഞ്ഞെടുപ്പുകളിൽ ഒരു ജനാധിപത്യ ബോധം കാണിക്കുന്നില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തുകളിൽ പക്ഷേ പൊതുവിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ പക്ഷേ പൊതുവിൽ നാം വിലയിരുത്തലുന്ന ഒരു രീതി ഉണ്ടല്ലോ ശ്രീ പി ആർ ശിവശങ്കർ. അതൊക്കെ ആ നാട്ടുകാര്, വ്യക്തിബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അങ്ങനെയല്ലല്ലോ, അതല്ലല്ലോ. അത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ജനാധിപത്യ ബോധമില്ല എന്നും അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ജനാധിപത്യ ബോധം വരുമെന്നും പിന്നെ പെർസെൻറ്റേജ് ഓഫ് വോട്ട് അത് ലോക്സഭയിലേക്ക് കൂടുമ്പോൾ ഒരല്പം വ്യത്യാസം രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് വരുന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. അത് ശരിയാവാം തെറ്റാവാം, പക്ഷെ അതൊരു ജനകീയമായ ഒരു രീതിയല്ല, ഒരു നല്ല രീതിയല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കൾക്ക് അത് റിപ്പീറ്റ് ചെയ്യാം, ഒരു സംശയമില്ല, കാരണം താങ്കൾ നിരന്തരം ആ ഒരു പ്രൊസീജിയറിലാണ് പോകുന്നത്. പിന്നെ അങ്ങനെയാണെങ്കിൽ ബംഗാളിലും ത്രിപുരയിലൊക്കെ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം കാണിച്ചപ്പോൾ അവിടെയും ഈ ജനാധിപത്യ ബോധത്തിൻ്റെ എന്ത് കുറവും അല്ലെങ്കിൽ കൂടുതലുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ആ പാർട്ടിക്ക് അതിൻ്റെ കുറവുണ്ടായിരുന്നോ? ബംഗാളാണിത് എന്ന് പറയേണ്ടി വരുമോ? നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. 2, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഈ CRPFൻ്റെ പ്രശ്നം താങ്കൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ ചൂണ്ടിക്കാണിക്കായിരിക്കുന്നു. ഈ കണക്കുകൾ വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് പലതവണ വിളിച്ചിരുത്തിയ ഒരു പ്രധാനപ്പെട്ട ആൾക്കും CRPF സുരക്ഷയാണെന്ന് പറയാൻ മറന്നുപോയി. അദ്ദേഹവും CRPFൻ്റെ സുരക്ഷയിലാണ് ഇപ്പോഴും കേരളത്തിൽ നടക്കുന്നത്. അദ്ദേഹം പലകൂടി ക്ഷണിച്ചിരുത്തിയ ആൾ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അത് വേണുവിനും മുഖ്യമന്ത്രിക്കും കേൾക്കുമെങ്കിൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ല, അവരെല്ലാം അവർക്കൊക്കെ എന്തുകൊണ്ട് CRPFൻ്റെ സുരക്ഷ? ഒരു ക്ലൂവും വേണ്ട, നല്ല ബുദ്ധിയിലൊന്നും ആലോചിച്ചാൽ മതി, അപ്പോൾ കിട്ടും. അപ്പോൾ 1. 2, സംസ്ഥാന പോലീസിൻ്റെ സെക്യൂരിറ്റി കിട്ടുന്ന ആരാ? പാൽരാജിനും കിട്ടുന്നുണ്ടല്ലോ. അവിടെ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന പാൽരാജിനും പോലീസ് സുരക്ഷ കിട്ടുന്നുണ്ട്, മുഖ്യമന്ത്രിക്കും സുരക്ഷ കിട്ടുന്നുണ്ട്. അപ്പോൾ അതേ സുരക്ഷ കിട്ടുന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ തൊലി ഉരിഞ്ഞു പോകുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം ഒരു മുഖ്യമന്ത്രിയെ പുകഴ്ത്തുവാനായിട്ട്, ഇപ്പോൾ സെബാസ്റ്റ്യൻ പോൾ സ്വതന്ത്ര ചിന്തകനാണ്, അദ്ദേഹത്തിന് സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുണ്ട്. പക്ഷേ സ്വതന്ത്രമായി അദ്ദേഹം പിണറായി വിജയനെ എതിരെ ഒന്നും പറയില്ല എന്നുള്ളത് പോലെ തന്നെ താങ്കൾക്കും അങ്ങനെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ഞാൻ അതിനും പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു, കാരണം ഞാൻ അതിൽ കൊള്ളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. 3ാമത്തെ പ്രശ്നം ഞാൻ അതിനേക്കാൾ കൂടുതലായിട്ട് കാണുന്നത്, ഒരു മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഗവർണറുടെ ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആരോഗ്യമുണ്ട്, പക്ഷേ മാനസികമായ ആരോഗ്യമൊന്നും പറയാതെ പറയുന്നു, സ്വയം പുഞ്ചിരിക്കുന്നു, ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്, അങ്ങനെയെങ്കിൽ അദ്ദേഹം ചിരിക്കട്ടെ. പക്ഷേ ഒരു ഗവർണറുടെ മാനസിക ആരോഗ്യ നിലയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണെങ്കിൽ തിരിച്ചും അങ്ങനെ തുടങ്ങിയാൽ ഇദ്ദേഹത്തിൻ്റെ ശാരീരികമായ ആരോഗ്യ പ്രശ്നവും ഇദ്ദേഹത്തിൻ്റെ പല സ്ഥലത്തുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചർച്ചയും ഈ കേരളത്തിൻ്റെ ഒരു മൂല്യച്യുതിയും അല്ലെങ്കിൽ നമ്മളുടെ ചർച്ചയും അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നടക്കുന്ന മറ്റ് മേഖലയിൽ നടക്കുന്ന ചർച്ചകളൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? ഇതൊരു മുഖ്യമന്ത്രി എന്ന് യോജിച്ചെന്നാണോ? എനിക്ക് വളരെ വ്യക്തിപരമായി വേണുവിനോട് ചോദിക്കാൻ ആഗ്രഹം, ഇത് ഒരു മുഖ്യമന്ത്രി എന്ന് വേണു പ്രതീക്ഷിക്കുന്നതാണോ? ഉറപ്പായിട്ട് ഈ ചർച്ചയിൽ ഒരുപക്ഷെ താങ്കൾ പറഞ്ഞേക്കാം അങ്ങനെയല്ല എന്നൊക്കെ, പക്ഷേ ഉള്ളിൽ വേണു എന്ന വ്യക്തി പറയും അത് തെറ്റായി പോയെന്ന്. ഒരു വ്യക്തിയുടെ മാനസിക നില പരിശോധിക്കാൻ പറ്റിയ ഒരു അതിൻ്റെ ശാസ്ത്രീയമായ പഠനവും അദ്ദേഹം നടത്തിയിട്ടില്ല, മറ്റു രീതിയിൽ അത് ശരിയുമല്ല. അപ്പോൾ ഇത്തരത്തിലൊരു മുഖ്യമന്ത്രിയൊക്കെ അധപ്പതിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെയെല്ലാം ഇത്ര വളരെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 4ാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ FIR ഇടുന്നു എന്നുള്ളതൊക്കെ 10:30 നടന്നാണ്, 2:30 ആണ് ഈ കാര്യം വരുന്നത്. ഒരു കേരളത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണ തലവൻ്റെ
മേൽ ഇങ്ങനെ ഒരു അപകടം നടന്നാൽ ആ നടപടി എടുത്തില്ലെങ്കിൽ അതല്ലേ പ്രശ്നമാക്കേണ്ടത്? ജ്യൂസ് കടയുടെ മുന്നിൽ നിന്ന് പോലും വിളിച്ചു കഴിഞ്ഞാൽ നീതി ലഭിക്കുന്ന ഒരു രാജ്യമായി മാറുമ്പോൾ അതിനെയല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ താങ്കൾ അംഗീകരിക്കേണ്ടത്? അല്ലാണ്ട് രാജ്ഭവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ ഗവർണർ ഇരിക്കുന്നത് അതാണ് രാജ്ഭവൻ. ഇനി എവിടെ ജ്യൂസ് കടയുടെ മുമ്പിൽ കസേര വലിച്ചിട്ടാലും അവിടെ നിന്ന് പോലും വിളിച്ചാലും നീതി ലഭിക്കുമെങ്കിൽ അതല്ലേ നല്ലത്? സാധാരണക്കാരനും ഗവർണർക്കും ഒരേ നീതി ലഭിക്കട്ടെ അത്തരത്തിലുള്ളത് എന്നുള്ളത് നാലാമത്തെ പ്രശ്നം. അപ്പോൾ CRPF വന്നതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ നേട്ടമുണ്ടായി? ഇവിടെ PFI ഇവിടെ സംസ്ഥാനത്തെ പോലീസുകാരെ മുഴുവൻ വിറപ്പിച്ചപ്പോൾ CRPF വന്നുകാരാണ് EDയുടെ വേണ്ടിയിട്ട് അവിടെയും അറസ്റ്റ് ചെയ്തതും അതുപോലെ തന്നെ ഇവിടെ കൈവെട്ട് കേസുകളെ പ്രതിയെ എടുത്തതും. അതുകൊണ്ട് പോലീസ്